യോ ഗൈസ് വാട്സാപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കിടിലൻ ഗെയിമിനെ കുറിച്ചാണ്. കാരണം ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. ഇതൊരു മൊബൈൽ ഗെയിമാണ്. സോ നിങ്ങൾ സ്ട്രീമേഴ്സ് ഒക്കെ മൾട്ടിപ്ലെയർ ആയിട്ടൊക്കെ കളിക്കുന്ന ചില ഗെയിംസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ബോൾ ഉരുട്ടിക്കൊണ്ട് പോകുന്നത് പോലത്തെ, പിന്നെ ഒരു രണ്ടുപേര് ഗ്ലാസ് പിടിച്ച് എൻഡ് വരെ അത് പൊട്ടാതെ കൊണ്ടുപോകുന്ന അതുപോലത്തേക്കൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും ഫോണിൽ. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവലാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ഗെയിമിന്റെ പേരാണ് പെപ്പല്ലോ 2 അറൌണ്ട് ദ വേൾഡ്. സോ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. ആൻഡ് നിങ്ങൾക്ക് കൂടെ കളിക്കാൻ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിനെ കളിക്കാൻ പറ്റും. ആൻഡ് ഇതിൽ ഓഫ്ലൈൻ മോഡും ഓൺലൈൻ മോഡും ഉണ്ട്. ഓൺലൈൻ മോഡിൽ നിങ്ങൾക്ക് വേറെ വേറെ സ്റ്റേറ്റ്സിലോ വേറെ വേറെ കൺട്രീസിലുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ കളിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗെയിമിന്റെ പേരെഴുതി കാണിക്കുന്നുണ്ട് പെപ്പല്ലോ 2. ആൻഡ് ഇതിന്റെ ആനിമേഷനൊക്കെ വേറെ ലെവലാണ്. ലൈക്ക് അറൌണ്ട് ദ വേൾഡ് ആയതുകൊണ്ട് തന്നെ വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള പ്ലേസിന്റെ ഒക്കെ ഓരോ സ്റ്റാമ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ ഒരു ആനിമേഷൻ വരുന്നത്. സോ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ കളിക്കുന്നത് എന്നൊക്കെയുള്ളതാണ്. ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്, ഒരു മെയിൽ ക്യാരക്ടറും ഒരു ഫീമെയിൽ ക്യാരക്ടറും. സോ ഗെയിം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ ആദ്യമേ ഒരു ഓഫ്ലൈൻ മോഡാണ് കളിക്കുന്നത്. സോ ഗെയിം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി കാണിക്കും. ആക്ച്വലി ഈ ഒരു ബോയും ഒരു ഗേളും കൂടെ ഒരു ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോ ഇവർക്കൊരു പപ്പിയുണ്ട്. സോ ആ പപ്പി വേറൊരു പെമ്പട്ടി വന്നപ്പോൾ അതിനെ കണ്ട് അതിനെ ലവ് അടിച്ചു. സോ പെമ്പട്ടി പോയ പുറകെ ഇതും മണപ്പിച്ചുകൊണ്ട് പോയി. സോ ഇവരുടെ പട്ടി ഇപ്പം മിസ്സിംഗ് ആണ്. സോ ഇവർ ഈ പട്ടീനെ അന്വേഷിച്ച് പോകുന്നതാണ് ബാക്കി കഥ. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു ക്യാരക്ടറിനെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട് അടിയിൽ. ഈ ഒരു ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ക്യാരക്ടറായിട്ട് മാറും. സോ പിന്നെ നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് ബട്ടണും ഒരു റൈറ്റ് ബട്ടണും ഉണ്ട്. അതുപോലെ തന്നെ അപ്പ് ബട്ടണും ഉണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ, അത് ഞാൻ എന്തിനാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ പറയാം. അത് ആക്ച്വലി ലൈക്ക് പ്രസ് ചെയ്യാനും പിന്നെ അറ്റാക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു യൂസിനാണ്. ഇപ്പം ലിവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിക്കാൻ അങ്ങനെയൊക്കെയാണ്. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്, അതായത് റൈറ്റ് സൈഡിലേക്ക്. സോ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോവാം. സോ ഇവിടെ ഒരു മരമുണ്ട്, അതിന്റെ മുകളിൽ കൂടെ ചാടി, ആൻഡ് ആ മരത്തിന്റെ മുകളിൽ കൂടെ ചാടി നമ്മൾ പോകുമ്പോൾ ഒരു ഇറക്കത്തിലേക്കാണ് ചെല്ലുന്നത്. സോ ഈ ഇറക്കത്തിൽ പോകണം. സോ ഇതിലെ ഇടയ്ക്ക് ഓരോ മരങ്ങൾ വീഴും. ആക്ച്വലി ഒരു സബ്വേ സർഫേസിന്റെ ഒക്കെ പോലെ ഒരു ടാസ്ക് ആണിത്. ഈ മരം വീഴുന്നതിന്റെ മുകളിൽ കൂടെ ചാടിപ്പോണം. ഞാൻ ഒരു 10-15 വട്ടം ട്രൈ ചെയ്തു. കാണുമ്പോൾ സിമ്പിളാണ്, ചുമ്മാ ചാടിയാൽ പോരെ. ബട്ട് ഭയങ്കര പണിയാണ്. കണ്ടില്ലേ, ഉരുണ്ടട്ടി വീണു. അത് ഒരാൾ പോയി കഴിഞ്ഞാൽ, മീൻസ് ഫ്രണ്ടിലെ ക്യാരക്ടർ ഒന്ന് ചാടി കഴിഞ്ഞാൽ പുറകിലെ ക്യാരക്ടർ എന്തായാലും ചാടും ഓട്ടോമാറ്റിക്കലി. ബട്ട് ആ ഫ്രണ്ടിലെ ക്യാരക്ടർ ചാടാൻ എന്ത് പണിയാണെന്ന് അറിയാം. ഞാൻ ഒരു 5-6 വട്ടം കുത്തി ഇരുന്നിട്ടാണ്, 5-6 പറഞ്ഞാൽ പോരാ, ഒരു 10-15 വട്ടം ഒരു റീട്രൈ അടിച്ചിട്ടാണ് ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്ത് താഴെ എത്തിയത്. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഒരു വേൾഡ് ആണ്, അതായത് മഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ഒരു സിറ്റിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കൂടെ ഒരു ഏണി കാണാൻ സാധിക്കും സൈഡിലായിട്ട്. ആ ഏണി ഞാനൊന്ന് കയറി നോക്കി, ബട്ട് സൈഡിലേക്ക് ഒന്നുമില്ല. സോ പിന്നെ അവിടെ ഒരു ലിവർ ഉണ്ട്. ഞാൻ അതും ഒരു 10-15 വട്ടം ഒന്ന് ഞെക്കാൻ വേണ്ടി, അതായത് ആ പ്രസ് ബട്ടൺ ആണ് ശരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അത് ഞാൻ ഞെക്കി നോക്കി, നടന്നില്ല. പിന്നെ ഞാൻ കുറേ ഞെക്കി നോക്കി. സോ അത് നടന്നില്ല. പിന്നെ ഞാൻ ഈ ക്യാരക്ടറിനെയും കൂടെ ഒന്ന് ജസ്റ്റ് അപ്പുറത്തും വരെ പോയി. അവിടെ പോയപ്പോൾ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സോ അതിൻ്റെ മുകളിൽ കയറി ചെയ്യുന്നപ്പോൾ മുകളിൽ ഒരു സാധനം വന്നു. സോ എനിക്ക് മനസ്സിലായി ഈ ഒരു അംബർലകളുടെ മുകളിൽ കൂടെ ചാടി അവിടെ എത്തണം. സോ ഇവിടെ ഒരു ക്യാരക്ടറിനെ ഞാൻ അവിടെ വെച്ചു. ആൻഡ് ഇവിടുത്തെ ഒരു ലിവർ ഉണ്ട്, അതെനിക്ക് അവസാനം ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റി. അന്നേരം അവിടെ ആ ലാഡറിന്റെ അപ്പുറത്തായിട്ടും ഒരു സാധനം തുറന്നു വന്നു. സോ ഇനി നമ്മൾ ആ ലാഡർ കയറി അതിന്റെ മുകളിൽ കയറണം. എന്നിട്ട് ഓരോ അംബർലയുടെ മുകളിൽ ചാടി 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 വീണു. ഇതാണ് സിമ്പിളാണ്, ബട്ട് വീണു പോകും, എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ ഞാൻ എന്നിട്ട് അങ്ങനെ ഒരാളെ ചാടിച്ചു. എന്നിട്ട് അയാൾ ആ മുകളിൽ നിർത്തിയാൽ മതിയായിരുന്നു. ഞാൻ ബട്ട് അറിയാതെ രണ്ടും അവിടെ ഒരു ലാഗ്, അതായത് ഒരു ക്യാരക്ടർ അവിടെ സ്റ്റക്ക് ആയതുകൊണ്ട് ഈ പെണ്ണിനെ ലോട്ട് ക്യാരക്ടർ മാറി അത് എന്നെ ഏൽപ്പിച്ചു. അന്നേരം രണ്ടും വീണു. ഇനിയിപ്പോൾ രണ്ടിനെയും കൊണ്ട് എനിക്ക് മുകളിലോട്ട് പോകണം. സോ 1 അവസാനം ഞാൻ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര പണിയാണ്, ചില്ലറ പണിയൊന്നുമല്ല. സോ നിങ്ങൾ എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് താഴോട്ട് ചാടാം. സോ അവിടുന്ന് ചാടി ഇവിടെ നിങ്ങൾക്ക് ഒരു റോഡാണ് കാണാൻ സാധിക്കുക. ആ റോട്ടിൽ ഒരു കാറുണ്ട്. സോ ആ കാറിലോട്ട് ഓടിപ്പാഞ്ഞ് വലിഞ്ഞ് കയറുക. സോ ആ കാർ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇറങ്ങാം. സോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പുതിയൊരു വേൾഡാണ്, അതായത് പുതിയൊരു സിറ്റിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരാൾ തുണിയൊക്കെ വെക്കുന്ന കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് ചെയ്യാം. ബട്ട് അതിനൊരു കോയിൻ ഉണ്ട്. എൻ്റെ ഇവിടെ ബാക്കിയെല്ലാം ലോക്ക്ഡാണ്, ഒരെണ്ണം മാത്രമാണ് അവൈലബിൾ. ബട്ട് അതിന് 4C കോയിൻ കൊടുക്കണം. എൻ്റെ 4C ഉണ്ട്, ബട്ട് ഞാനത് വാങ്ങിയില്ല. സോ അതവിടെ വെച്ചിട്ട്
പോയി. ഇതാണ് നെക്സ്റ്റ് ടാസ്ക്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് പാർക്കിംഗ് ആണ്. നമ്മൾ ഒരാൾ പോകുമ്പോൾ മറ്റേ ആൾ പുറകെ വരില്ല. സോ നിങ്ങൾ രണ്ടുപേരെയും 2 ടൈമിലായിട്ട് കൺട്രോൾ ചെയ്ത് അപ്പുറത്തെത്തിക്കണം. വണ്ടി ഇടിച്ച ചത്തു, വണ്ടി ഇടിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് അങ്ങോട്ട് പോയി പോകണം. 2 ക്യാരക്ടേഴ്സിനെ അതുപോലെ അപ്പുറത്തെത്തിക്കണം. സോ ഇതും ഭയങ്കര പണിയാണ് ഈ ടാസ്ക് ഒക്കെ. അതായത് ഇനി എന്റെ കുഴപ്പമാണോന്ന് അറിഞ്ഞൂടാ, ജസ്റ്റ് ഒരു 6 to 7 ടൈംസ് എങ്കിലും മിനിമം ഞാൻ ഇതൊക്കെ കളിച്ചിട്ടാണ് ഞാൻ അപ്പുറത്തൊക്കെ എത്തിയത്. സോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡിലും കുറേ ടാസ്കുകളുണ്ട്. സോ അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ കളിച്ചു നോക്കുക. സോ ഞാൻ ഇത്രയും കളിച്ചിട്ട് പറയുന്നുള്ളൂ, അടിപൊളി ഗെയിമാണ്. ആൻഡ് ഇതിനൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് 7 or 8 ഏതോ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കളിക്കണമെങ്കിൽ ലൈക്ക് ഇതിന്റെ പ്രീമിയം എടുക്കണം, അതായത് പൈസ മുടക്കണം. സോ എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഇതിന്റെ ബാക്കിയും കളിക്കാം. ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ഞെക്കിയാൽ മതി. സോ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ആ പൈസ വേസ്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇത്രയും കളിച്ചപ്പോൾ തന്നെ കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ആൻഡ് ഇതിന്റെ ഓൺലൈൻ മോഡിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിന്റെ ഓൺലൈൻ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേൾഡിലുള്ള, അതായത് എനിക്ക് ഏതൊരു ചെന്നൈ സംതിങ് അവിടെ എങ്ങാണ്ടുള്ള ഒരാളാണ്. സോ നിങ്ങൾക്ക് വേൾഡിലെ പലയിടത്തുള്ള ആളുമായിട്ടായിരിക്കും നിങ്ങൾ കളിക്കുന്നത്. ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഗെയിമിലുണ്ട്. സോ ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾക്ക് സ്റ്റോറി മോഡ് വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ സെയിം സ്റ്റോറി ആൻഡ് സെയിം ടാസ്കുകളാണ്. സോ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡും കളിക്കാം, ഓൺലൈൻ മോഡും കളിക്കാം. സോ രണ്ടും അടിപൊളിയാണ്. സോ ഇതാണ് ഈ ഒരു ഗെയിം. കിഡിലൻ ഗെയിമാണ്. എനിക്ക് നല്ല കിഡിൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഗെയിം സമ്മാനിച്ചത്. സോ ഈ ഗെയിമിന്റെ പേരാണ് പെപ്പല്ലോ 2. ഒരേപോലെ ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ ഉണ്ട്, അതായത് ഇത് പെപ്പല്ലോ 2 ആണ്. ഇതിന് പെപ്പല്ലോ എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. സോ അത് ഞാൻ കളിച്ചു നോക്കിയിട്ടില്ല. സോ നിങ്ങളെല്ലാം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആൻഡ് കമന്റ് ബോക്സിൽ പെപ്പല്ലോ എന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതിന്റെ ഫസ്റ്റ് വേർഷൻ കളിച്ച് അതിന്റെ ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും.